അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 സാധാരണ എരിവുള്ള ചുവന്ന മുളകും ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് നമ്മൾ കറിക്ക് അധികം എരിവില്ലാതെ നല്ല കളറ് കിട്ടാനും പിന്നെ കുറച്ചും കൂടെ കട്ടിയൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് സാധാരണ എരിവുള്ള ഈ ചുവന്ന മുളക് ഒരു 6 7 എടുത്താൽ മതി. അത് നമ്മളൊരു എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചൂടായി വരുമ്പോഴേക്ക് ജീരകം കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി തുടങ്ങുമ്പോൾ ഈ ജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങി നല്ലൊരു മണം വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചൂടാറിയ ശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. വാളംപുളി ഇല്ലെങ്കിൽ കുടംപുളി ചേർത്താലും മതി. ഇനി ഇതിലേക്കൊരു തക്കാളി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ അധികം പൊടിഞ്ഞിട്ടില്ലെങ്കിലും ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല തയ്യാറാക്കാൻ വേണ്ട മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് കളറ് മാറി തുടങ്ങുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ, നല്ല ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ഇതിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് വഴന്ന് വന്ന് ഇതിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനും ഒരു 5 മിനിറ്റ് ഈ മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാലയ്ക്ക് ഈ ചെമ്മീനിലൊന്ന് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്മീനൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയുടെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു 1 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.